എല്ലാവർക്കും ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്രയുടെ റൂട്ട് മാപ്പ് ഇതാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഷിഞ്ചുക്കു സ്റ്റേഷനിലാണ്. ഒതൈക്യു ലൈനിലാണ് നമുക്ക് പോകേണ്ടത്. സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി ഉടനെ റൈറ്റ് സൈഡിലുള്ള ടിക്കറ്റ് മെഷീനിൽ നിന്ന് പാസ് എടുക്കണം. പാസ് ഓപ്ഷനിൽ പോയി ഹക്കോണെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസമാണോ 3 ദിവസമാണോ പാസ് വേണ്ടതെന്ന് നോക്കി സെലക്ട് ചെയ്യണം. ഞങ്ങൾ സെലക്ട് ചെയ്ത 2 ദിവസം. ഒഡവറോ സൈഡിലേക്കുള്ള എല്ലാ ട്രെയിനിലും ഫ്രീ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം. പക്ഷെ ഞങ്ങൾ റൊമാൻസ് കാർ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്തു. ഏറ്റവും പുറകിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ അക്കോണെ യമോത്ത സ്റ്റേഷനിലെത്തി. ഈ സ്റ്റേഷൻ അടുത്തായിട്ട് ഒരു റിവറുണ്ട്. റിവർ നല്ല വൃത്തിക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാം. ആഷിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അക്കോണെ ടോസൺ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അതിനുവേണ്ടി ബസ് സ്റ്റേഷൻ നമ്പർ 2 പോയിട്ടാണ് കയറേണ്ടത്. ബസ് ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ 20 മിനിറ്റ് വേണം അക്കോണെ ജിൻജ ഷ്രൈനിൽ. അപ്പോൾ അങ്ങോട്ടുള്ള എൻട്രി ആണ് ഇത് കാണുന്നത്. ഇതിന് ഇവിടെ പറയുന്നത് തോറി എന്നാണ്. അമ്പലത്തിന്റെയും അല്ലെങ്കിൽ ഓരോ ഗ്രാമങ്ങളുടെ കവാടങ്ങളിൽ. അങ്ങനെ നമ്മൾ അമ്പലത്തിന് മുമ്പിലെത്തി. ജപ്പാനിലെ അമ്പലങ്ങളുടെ കളർ കോമൺ ആണ്. ചുവപ്പ്, ഓറഞ്ച്, ഗോൾഡൻ, വെള്ള ഇങ്ങനത്തെ കളറുകൾ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇവിടെ അമ്പലത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനൊരു രീതിയുണ്ട്. അപ്പോൾ ഞാനും ആ രീതി നോക്കി കണ്ടുപിടിച്ച് അതേ രീതിയിലൊന്ന് ഫോളോ ചെയ്തു. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ അഷിയിലേക്കിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ഫോട്ടോഷൂട്ട് സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഹൈവാനോ തോറി. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തിരക്കുണ്ട്. പക്ഷെ തിരക്കൊരു ക്യൂയിലാണ്. ഏകദേശം 1.5 തൊട്ട് 2 മണിക്കൂർ വരെ നമ്മൾ ക്യൂവിൽ വെയിറ്റ് ചെയ്യണം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി. എത്ര നേരം വേണമെങ്കിലും ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യും. ഫെറിയിലാണ് തുകന്തയിലേക്ക് ഇവിടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഫെറിയിൽ ഏറ്റവും മേലെയുള്ള തട്ടിലാണ് നമ്മൾ പോയിരിക്കുന്നത്. താഴെ സീറ്റുകളുണ്ട്, അവിടെ വേണമെങ്കിരിക്കാം. വളരെ മനോഹരമായ വ്യൂ ആണ്. അങ്ങത്തു വരെ നമുക്ക് ഹിവാനോ തോറി കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നിഞ്ച ബസ്. ഈ ബസ് കരയിലൂടെ വന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി ബോട്ട് പോലെ സഞ്ചരിക്കുന്ന ഒരു ബസ്സാണ്. നമുക്കത് അൺഫോർച്യുനേറ്റ്ലി കയറാൻ പറ്റിയില്ല. അങ്ങനെ തൊഗുന്തായിലെത്തി. ഇവിടെ നിന്ന് നമ്മളിനി കോണെ റോപ്വേയിലാണ് യാത്ര ചെയ്യേണ്ടത്. ഒവാക്കുദീനിലേക്ക്. നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഗ്രീനറിയാണ്. നമ്മൾ മേലോട്ട് പോകുന്നതനുസരിച്ച് ലേക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒവാക്കുദാനിയിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം സൂചിപ്പിച്ച പോലെ ഒവാക്കുദാനി എന്ന് പറയുന്നത് 3000 വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വത സ്ഫോടനം നടക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ അവിടെ മണ്ണിന്റെ ഇടയിൽ നിന്ന് സൾഫർ ഗ്യാസുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് അവർ ഡ്രില്ല് ചെയ്ത് വളരെ മനോഹരമായിട്ട് പുറത്ത് കളയുന്നുണ്ട്. അപ്പൊ ഭൂമിയിലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നുണ്ട്. അതുവഴി ഇത് കൂടാണ്ട് ഇവിടെ നിന്ന് വരും നീരുറവ, ആ വെള്ളം കളക്ട് ചെയ്ത് ഇതിന് ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ഹോട്ടലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹോട്ട് സ്പ്രിംഗിൽ കുളിക്കുന്നത് വളരെ പ്രത്യേക ഒരു കാര്യമാണ്. വരുന്ന ഈ ചൂടുവെള്ളത്തിൽ ഇവിടെ ബ്ലാക്ക് എഗ്, നമ്മുടെ നാട്ടിലെ കറുത്ത മുട്ട ബോയിൽ ചെയ്ത് തരും. ഈ വെള്ളത്തിൽ പുഴുങ്ങിയ ബ്ലാക്ക് എഗ് കഴിച്ചാൽ ആയുസിന്റെ 7 വർഷം കൂടുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതിൽ വന്നപ്പോൾ ഇത് കഴിക്കാൻ വിട്ടുപോയി. അന്ന് ഇതിനെപ്പറ്റി വലിയ പരിപാടിയില്ലായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും ബോയിൽഡ് എഗ് കഴിച്ചു. ഇത് കൂടാണ്ട് ചാർക്കോൾ ഐസ്ക്രീം, ചാർക്കോൾ ബെന്നും കിട്ടും. അതും വാങ്ങി കഴിച്ച് ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു. അടുത്ത ഡെസ്റ്റിനേഷനിലേക്കും പോകുന്നത് കേബിൾ കാർ വഴിയാണ്. അപ്പോൾ കേബിൾ കാർ പാസ് ചെയ്യുന്നത് ഈ സൾഫർ ഗ്യാസ് ഒക്കെ ബഹിർഗമിക്കുന്ന ആ ഏരിയയുടെ മേലക്കടെയാണ്. മഴക്കാലങ്ങളിൽ അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങളിൽ അത് മലയിടിഞ്ഞ് വരുന്ന കണ്ടോ. ഒരുപാട് ബെൽറ്റുകളും കാര്യങ്ങളൊക്കെ പണിത് വെച്ച് ഏരിയ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്യാസ് എല്ലാം പുറത്തേക്ക് തള്ളിക്കളയും. എന്നാൽ ഇതിന് മേലേക്കൂടെ പോകുമ്പോൾ ഭയങ്കര സൾഫറിന്റെ സ്മെല്ലാണ്. ഈ ഏരിയ മൊത്തം സൾഫറിന്റെ സ്മെല്ലാണ്. പക്ഷേ ഇതിന്റെ മേലെ റോപ്പയുടെ മേലേക്കൂടെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ സ്മെല്ല് കിട്ടും. കുറഞ്ഞൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നതെന്ന് തോന്നുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് അറിയാം. അവിടെ താഴോട്ട് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഇറക്കാണ്. അത്യാവശ്യം നമുക്ക് പേടി തോന്നുന്ന ഒരു സ്പാനാണ്. കണ്ടില്ലേ എത്ര ഹൈറ്റിലാണ് എന്ന് ഇറങ്ങുന്നതെന്ന്.
ഇവിടെ നിന്ന് അടുത്ത് ഗോറയിലേക്ക് നമ്മൾ പോകുന്നത് ഹക്കോണെ ടോസൺ കേബിൾ കാർ ആണ്. കേബിൾ കാർ എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിന് ഒരു റോപ്പ് വലിക്കുന്നതാണ്. താഴോട്ടും മേലോട്ടും പോകുന്നത് ആ റോപ്പ് വഴിയാണ് പോവുക. ട്രെയിൻ പാളത്തിൽ നിന്ന് സ്ലിപ്പായി പോകില്ല. ഈ പാലം രണ്ടായിട്ട് മാറുന്ന സ്ഥലത്ത് വെച്ച് 2 ട്രെയിനും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. ഇതിന്റെ ഒരു മറ്റൊരു വെർഷനാണ് മേട്ടുപ്പാളയത്ത് നിന്ന് കുണൂരിലേക്ക് വരുന്ന ട്രെയിനിൽ. അത് ഗിയർ ബേസ്ഡ് ആണ്, ഇത് റോപ്പാണ്. ഗോറയിൽ നമുക്കൊരു ഗാർഡൻ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഗാർഡനിലധികം താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോയില്ല. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ട്രെയിൻ കയറി കോവാക്കിദാനിയിലേക്ക് പോവാണ്. അവിടെയാണ് ഓപ്പൺ എയർ മ്യൂസിയം ഉള്ളത്. മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ഹക്കോണെ ടോസൺ ട്രെയിനാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ട്രെയിൻ പറഞ്ഞ പോലെ മലനിരകളുടെ ഇടയിലൂടെയാണ് പോവുക. വളയാൻ പറ്റാത്ത സ്ഥലങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ട്രെയിൻ മുമ്പോട്ട് പോയി സ്റ്റോപ്പായി പിന്നീട് അത് പുറകോട്ടാണ് പോവുക. പുറകോട്ട് പോകാൻ നേരത്ത് ലൈൻ മാറും. സിക്സാഗ് ആയിട്ടാണ് താഴോട്ട് ട്രെയിൻ ഇറങ്ങി പോവുക. ജപ്പാനിലെ ഈ ലൊക്കേഷൻ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. 100 വർഷം മുമ്പേ ഇവിടെ ട്രെയിൻ ഓടുന്നതാണ്. ഇപ്പൊ ഞങ്ങൾ സഞ്ചരിച്ച ഒരു ട്രെയിൻ തന്നെ ഏകദേശം 150 വർഷത്തോളം പഴക്കമുണ്ട്. നമ്മുടെ ജനറേഷനിൽ അടുത്ത ജനറേഷൻ ആകുമ്പോഴേക്കെങ്കിലും കേരളത്തിലും ഇതുപോലെയുള്ള വൺ ഡേ ട്രിപ്പിന് പോകാൻ പറ്റുന്ന ഡെസ്റ്റിനേഷനുകൾ ഡെവലപ്പായി വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്തൊരു ഡെസ്റ്റിനേഷനുമായി വരുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെ മനോഹരമായ വീഡിയോകൾ കിട്ടുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു.